യേശുവിൽ പ്രിയമുള്ളവനെ, നീ പാപഭാരത്താൽ ശിരസ്സ് കുനിഞ്ഞവനാണോ? കുറ്റബോധത്താൽ നീറുന്നവനാണോ? നീ വിഷമിക്കേണ്ട. നിന്റെ പാപം മുഴുവൻ ഏറ്റെടുക്കാനാണ് യേശു കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നത്. നിന്റെയും നിന്റെ തലമുറകളിലെയും പാപം മുന്നിൽ കണ്ടുകൊണ്ടാണ് അവിടുന്ന് ഗെത്സമേനിയിൽ രക്തം ഉയർത്തത്. നിനക്ക് വേണ്ടിയാണ് യേശു മനുഷ്യരൂപം എടുത്തത്. പിന്നെ നീ എന്തിനു ഭാരപ്പെടുന്നു? കുറ്റബോധത്താൽ നിറയുന്നു. നീ നിന്റെ യേശുവിൻ്റെ കുരിശിൻ ചൂട്ടിലേക്ക് ചെല്ലൂ. അവിടുത്തെ പാദാന്തരത്തിൽ നിന്റെ പാപഭാരം ഏറ്റുപറഞ്ഞ് രമ്യതയിലാകും. നാം ഓരോരുത്തരും യേശു കർത്താവിൻ്റെ രക്തത്തിൻ്റെ വിലയാണ്. ഇത് നീ മറന്നു പോകരുത്. അവിടുത്തെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും. ഇത് നിനക്ക് അനുഭവേദ്യമാകണമെങ്കിൽ യേശുവിനെ നിന്റെ രക്ഷകനും നാഥനും കർത്താവുമായി ഹൃദയത്തിൽ സ്വീകരിക്കുകയും അതിരം കൊണ്ട് ഏറ്റുപറഞ്ഞ് വിശ്വസിക്കുകയും ചെയ്യാം. കർത്താവിൻ്റെ കുരിശിൻ ചുറ്റിൽ നീ അല്പനേരം നോക്കി നിൽക്കുക. എനിക്ക് വേണ്ടിയാണ് അവിടുന്ന് മുറിവേറ്റത്. അവിടുത്തെ മുറിവിനാൽ നീ കഴുകി വിശദീകരിക്കപ്പെടുന്നു. ഇത് നീ മറക്കരുത്. നിരാശ വേണ്ട. 32-ാം സങ്കീർത്തനം പറയുന്നില്ലേ, ഞാൻ പാപം ഏറ്റു പറയാതിരുന്നപ്പോൾ ദിവസം മുഴുവൻ ഞാൻ ആകെ അസ്വസ്ഥതായിരുന്നു. എന്നാൽ ഞാൻ പാപം ഏറ്റു പറയുമെന്ന് പറഞ്ഞ മാത്രയിൽ, അഥവാ എന്ന് ഞാൻ തീരുമാനം എടുത്ത മാത്രയിൽ അവിടുന്ന് എൻ്റെ പാപങ്ങൾ ക്ഷമിച്ചു. ഞാൻ പാപങ്ങൾ ഏറ്റുപറയുവാൻ തീരുമാനമെടുത്ത് കുമ്പസാരക്കുടിലേക്ക് ഞാൻ പോകുമ്പോൾ തന്നെ എൻ്റെ കർത്താവ് എൻ്റെ പാപങ്ങൾ ക്ഷമിച്ച് എന്നെ അനുഗ്രഹിച്ചു. അവിടുന്ന് ആശ്വാസവും സമാധാനവും സൗഖ്യവും തരും. നിരാശപ്പെടല്ലേ. ദൈവം നിന്നെ അനുഗ്രഹിക്കും.